സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ തീരുമാനം ഹർജിക്കാർക്ക് വളരെയധികം ഒരു ആശ്വാസം നൽകുന്നത് തന്നെയായിരുന്നു. കാര്യം വഖഫ് യൂസർ വലിയൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് തന്നെയായിരുന്നു ഇന്നലെ അവതരിപ്പിച്ചിരുന്നത്. കാരണം ഡൽഹി ഹൈക്കോടതി അടക്കം നിൽക്കുന്നത് വഖഫ് സ്വത്തിലാണ് എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാട്ടിച്ചിരുന്നു. മാത്രമല്ല നിരവധി ഗ്രാമങ്ങളടക്കം വഖഫ് അവരുടെ അവകാശവാദം ഉന്നയിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് കേന്ദ്രം പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള ഈ വാദങ്ങളെല്ലാം തൽക്കാലത്തേക്ക് അടച്ചു വെപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി വഖഫ് ബൈ യൂസർ സ്വത്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്യരുത് എന്നുള്ള ഒരു തീരുമാനം അറിയിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി ഇന്നലെ തന്നെ ഈ തീരുമാനം അറിയിക്കേണ്ടതായിരുന്നു. സുപ്രീം കോടതി ആ പ്രധാനപ്പെട്ട 3 തീരുമാനങ്ങളിൽ ആദ്യത്തേതായി ഇത് തന്നെയായിരുന്നു സുപ്രീം കോടതി പറഞ്ഞു തുടങ്ങിയത്. പക്ഷെ ആ സമയത്ത് കുറെ കൂടി വാദങ്ങൾ തങ്ങൾക്ക് പറയാനുള്ളത്, തങ്ങൾ ഒരു വാദത്തിന് തയ്യാറെടുത്തല്ല വന്നിരുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് അത് ഒരു ദിവസം കൂടി നീട്ടിവെക്കുകയായിരുന്നു. അങ്ങനെ 24 മണിക്കൂറിന് ശേഷം സുപ്രീം കോടതി എന്താണോ ഇന്നലെ തീരുമാനിച്ചത് അത് തന്നെ ഒരു ഇടക്കാല ഉത്തരവായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഹർജിക്കാർക്ക് ആശ്വാസമായൊരു തീരുമാനം തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ധനസുമോദ, എന്തൊക്കെ വാദങ്ങളാണ് ഇന്നിപ്പോൾ കേന്ദ്രം മുന്നോട്ട് വെച്ചത് എന്നൊന്നുകൂടി ഒന്ന് പറയാമോ? കേന്ദ്രം പ്രധാനമായി ഇക്കാര്യത്തിൽ മുന്നോട്ട് വെച്ചത് കാര്യം വഖഫ് ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള നിരവധി വഖഫുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നു. സർക്കാർ എന്ന നിലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് ഒരു വളരെയധികം കൃത്യമായ ഒരു ബാധ്യത തന്നെയാണ്. ഇതിന് ഏറ്റവും പ്രധാനമായി കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് ചില ഗ്രാമങ്ങൾ വരെ വഖഫായി ഏറ്റെടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ജനങ്ങൾക്ക് വലിയ തരത്തിലുള്ള ആശങ്കകളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ബീഹാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള വഖഫ് ഭൂമി ഏറ്റെടുത്തുകൊണ്ട് സ്വകാര്യ സ്വത്തുകൂടി വഖഫിന്റെ പരിധിയിൽ പെടും എന്ന് ഏറ്റെടുത്തുകൊണ്ട് അവർ മുന്നോട്ട് പോയിരിക്കുന്നത്. കോടതിയുടെ ചോദ്യങ്ങൾ പ്രസക്തമാണ്. പക്ഷേ ബുദ്ധിമുട്ട് തുറന്നു പറയുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഈ ജനങ്ങളോട് തങ്ങൾക്ക് ഉത്തരം പറയാൻ ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പോലും കേന്ദ്ര സർക്കാർ കൃത്യമായി സുപ്രീം കോടതിയിൽ പറഞ്ഞത് ചില വ്യവസ്ഥകൾ സ്റ്റേ ചെയ്യും എന്നുള്ള ഒരു സുപ്രീം കോടതിയുടെ ഒരു തീരുമാനം അത് ഒരു റയറായിട്ടുള്ള ഒരു തീരുമാനമാണ്. അതൊരു വളരെ അസാധാരണമായിട്ടുള്ള ഒരു നീക്കമാണ് എന്ന കാര്യമാണ് കേന്ദ്രം പറയുന്നത്. പ്രത്യേകിച്ച് സുപ്രീം കോടതി ജഡ്ജിമാരോട് പറയുമ്പോൾ അവരോട് ഇത് ചെയ്യരുത് എന്ന് പറയാൻ കഴിയില്ല. ആ ഒരു ചെയ്യരുത് എന്ന് പറയുന്ന കോടതിയിലെ ഒരു കേന്ദ്ര സർക്കാരിന് പറയാവുന്ന ഏറ്റവും ഒരു സഭ്യമായ ഭാഷയാണ് ഇത് അസാധാരണ നീക്കമാണ് എന്ന് പറയുന്നത്. പക്ഷേ അസാധാരണ നീക്കമാണെങ്കിൽ അസാധാരണ നീക്കം, പക്ഷേ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനം രാജ്യത്തിന്റെ എല്ലാവിധത്തിലുള്ള ഒരു പ്രശ്നങ്ങളും സംഘർഷ സാധ്യതകളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ട് എന്നുള്ള തീരുമാനം തന്നെയായിരുന്നു സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. അങ്ങനെ ഇന്നലെ മാറ്റിവെച്ചിരുന്ന ഇടക്കാല ഉത്തരവ് ഇന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ ഇടക്കാല ഉത്തരവിലാണ് ഇക്കാര്യങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തിന് മറുപടി നൽകാൻ സമയം നൽകിയിട്ടുണ്ടല്ലോ നിലവിൽ ഇപ്പോൾ കോടതി. അതിനുശേഷം ഒരു അന്തിമ തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് കരുതാമോ? ഇപ്പോൾ നിയമത്തിൽ അന്തിമ തീരുമാനമെടുക്കാനല്ല ഇപ്പോൾ വാദം നടത്തുന്നത് എന്നുള്ളൊരു കാര്യം സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല നിയമനിർമ്മാണം മൂലം ആർക്കും ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുകൂടി സുപ്രീം കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ കേന്ദ്രം സമയം ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ സമയം നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ 7 ദിവസത്തെ സമയമാണ് ചോദിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ 7 ദിവസത്തെ സമയം നൽകിയാണ്. പക്ഷേ ആ 7 ദിവസത്തിനുള്ളിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് ഈ കാര്യങ്ങൾ അടിവരയിട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറയുന്നത്. പുതിയ നിയമം അനുസരിച്ച് വഖഫ് ബോർഡുകളിൽ നിയമനം നടത്തരുത് എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ വ്യവസ്ഥ. അമുസ്ലിങ്ങളെ തൽക്കാലം നിയമിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായി പങ്കുവയ്ക്കാനുള്ളത്. കാര്യം നേരത്തെ ഈ അമുസ്ലിമായിട്ടുള്ള ആളുകൾ കൂടി ഉണ്ടാകും. കാര്യം ഇതൊരു എല്ലാവരും കൂടി ഉൾപ്പെടുന്ന ഒരു ബോർഡാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ഒരു വിശദമായ ഒരു വാദമായിരുന്നു നേരത്തെ കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നത്. രാജ്യസഭയിലും ലോക്സഭയിലും ഉൾപ്പെടെ നടത്തി കഴിഞ്ഞപ്പോൾ ഇതൊരു സുതാര്യമാവുന്നതിന്റെ ഭാഗമായിട്ടാണ് മുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നത്, മാനേജ്മെന്റ് വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തുന്നത്. അതിന് കൃത്യമായി ഒരു കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള മാനേജ് ചെയ്യാൻ ശേഷിയുള്ള അവരെ കൂടി ഉൾപ്പെടുത്തുന്നത്, മുസ്ലിം മതത്തിന് പുറത്തുനിന്നുള്ള അവരെ കൂടി ഉൾപ്പെടുത്തുന്നത്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇപ്പോൾ അങ്ങനെയുള്ള ആ നിലപാടുകളിൽ നിന്നും ഇപ്പോൾ കേന്ദ്രം പിൻവലിച്ചിരിക്കുകയാണ്. മുസ്ലിങ്ങളെ തൽക്കാലം നിയമിക്കില്ലെന്ന് കേന്ദ്രം ഇപ്പോൾ സുപ്രീം കോടതിക്ക്. അപ്പോൾ വഖഫ് ബോർഡിലും കൌൺസിലിലും മുസ്ലിം ഇതര മതസ്ഥർ ഉണ്ടാകില്ല എന്ന് ഉറപ്പു നൽകുകയാണോ കേന്ദ്രം?
എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് അതായത് 7 ദിവസത്തെ ഒരു സ്റ്റേ ആണ് ഇതിന് സ്റ്റേ എന്ന് നമുക്ക് പറയാനാവില്ലെങ്കിൽ പോലും 7 ദിവസത്തേക്ക് വേണ്ടി പാലിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇടക്കാല ഉത്തരവിലൂടെ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. അതിൽ പുതിയ നിയമനം നടത്തരുത് എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചതാണ് ആ മുസ്ലിങ്ങളെ നിയമിക്കില്ല. അതായത് ഒരു വിവാദത്തിലേക്ക് കടക്കാവുന്ന രീതിയിൽ ഒരു നീക്കവും സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഒരു നീക്കവും തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ലെന്ന് സുപ്രീം കോടതിക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അമുസ്ലിങ്ങളെ തൽക്കാലം നിയമിക്കില്ലെന്ന് കേന്ദ്രം ഇപ്പോൾ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്.